ഹായ് ഹലോ. ഈ അത്തിപ്പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് കേട്ടിട്ടില്ലേ? ആ അവസ്ഥയാണ് കേട്ടോ ഇപ്പൊ എൻ്റെ. ഞാനിവിടെ എന്ത് സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയാലും ഒന്നുകിൽ എൻ്റെ കൈമുറിയും അല്ലെങ്കിൽ എൻ്റെ വായിൽ വായ്പുണ്ടുണ്ടാവും. ഇതുണ്ടെങ്കിൽ ഈ കുഞ്ചുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. എനിക്ക് തിന്നാനുള്ളത് ഞാൻ എങ്ങനെയാണെങ്കിലും തിന്നു. അങ്ങനെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ മീൻ പൊള്ളിച്ചത് തിന്നണമെന്ന്. അതിങ്ങനെ ആപ്പോപ്പം മീൻ പൊള്ളിച്ചതൊന്നും അല്ല. ആലപ്പുഴയിലൊക്കെ പോയി അവിടുത്തെ ഹൗസ് ബോട്ടിലൊക്കെ കയറി ആ കായലിൽ തന്നെ ഫ്രഷ് ആയിട്ട് പിടിക്കുന്ന കരിമീൻ ഉണ്ടല്ലോ, അതിങ്ങനെ പൊള്ളിച്ച് തിന്നതൊക്കെ എത്ര പ്രാവശ്യം സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അറിയോ? അതെന്തായാലും ഈ ജന്മം നടക്കാൻ കുറച്ച് വിഷമമായതുകൊണ്ട് തന്നെ ഞാനതങ്ങ് വീട്ടിലുണ്ടാക്കി. അല്ല പിന്നെ നമുക്കിപ്പോൾ എവിടെ നിന്നാ കരിമീൻ? അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ചീപ്പായിട്ട് കുറേ ആവോലിയൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഉള്ള കാര്യം പറയുന്നതിന് എന്താ, ഇവിടെ വടകര വന്നപ്പോഴാണ് ആവോലി കാണാനും തിന്നാനൊക്കെ തുടങ്ങിയത് കേട്ടോ. കുറേ വർഷത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം ഇവിടെ നടക്കാൻ പോവാണ് കേട്ടോ. കരിമീനൊന്നും അല്ലെങ്കിലും ഉണ്ടല്ലോ, ഇതിങ്ങനെ കുറേ പേര് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതായിട്ടുള്ള കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇതിങ്ങനെ കണ്ടിട്ട് കൊതി വിട്ടുകൊണ്ടിരിക്കുന്നല്ലാണ്ട് ഉണ്ടാക്കി തിന്നാൻ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എങ്ങനെ തോന്നും, ആലപ്പുഴയിൽ പോയിട്ട് കഴിക്കാൻ നിന്നതാണല്ലോ. എന്തൊക്കെയായിരുന്നു ആലപ്പുഴ, ബോട്ട്, കായല്, കരിമീന് എല്ലാം കുതാഹവ. അങ്ങനെ പവനായി ശവമായി. അങ്ങനെ ഇതാ വർഷങ്ങളോളം തിന്നാൻ വേണ്ടി കാത്തിരുന്ന സാധനം ഒരുവിധം ഉണ്ടാക്കിയെടുത്തു മക്കളെ. സാധാ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. നല്ല മസാലയൊക്കെ ഉണ്ടാക്കി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മീനൊക്കെ ആദ്യം പൊരിച്ചെടുത്ത് വാഴയിലയിൽ ചുരുട്ടി കെട്ടി. എൻ്റെ അമ്മോ, ആ ഇലയൊക്കെ തുറന്നപ്പോൾ എന്ത് മണാന്നറിയോ. ഇതിന്റെ കോമ്പിനേഷൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിത് കഴിച്ചത് രാവിലെ ബാക്കി വന്ന നൂൽപുട്ടും കൂട്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. വെറുതെ അല്ല ഇത് ആൾക്കാർ കഴിച്ചിട്ട് പറയുന്നേ വാവ് ടേസ്റ്റി ഫണ്ടാസ്റ്റിക് ഇലാസ്റ്റിക് എന്നൊക്കെ. സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഉൾപ്പുട്ട് എന്തായാലും കാലിയായിട്ടുണ്ട്. അപ്പൊ ചോറും കൂടി കൂട്ടി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കണല്ലോ. അപ്പൊ ഞാൻ അതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാട്ടോ. അപ്പോഴേ അവിടെ പോയി കഴിച്ചവരും ഇനി കഴിക്കാൻ പോകുന്നവരും മഹാഭാഗ്യവാന്മാർ. വീട്ടിലിരുന്ന് ഇങ്ങനെ ഞങ്ങളെപ്പോലെ കഴിക്കാൻ കിട്ടിയവർ ഭാഗ്യവാന്മാരും. അപ്പൊ എല്ലാവർക്കും ടാറ്റ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി കഴിക്കാട്ടോ. അടിപൊളിയാ.